Hi everyone, welcome back to my classroom. Today we are going to discuss about Merrick's multiple piece rate system. This system was developed by MDV Merrick. This method is similar to Taylor's plan. There are 3 piece rate. Taylor's plan is 2 piece rate ആണെങ്കിൽ Merrick's 3 piece rates ഉണ്ട്. Then piece rates എങ്ങനെയൊക്കെയാണ് നോക്കാം. Up to 83% of efficiency ordinary piece rate. ഒരു വർക്കറുടെ പെർഫോമൻസ് എഫിഷ്യൻസിയുടെ 83% ആണെങ്കിൽ അയാൾക്ക് ഓർഡിനറി പീസ് റേറ്റിലാണ് റെമ്യൂണറേഷൻ കൊടുക്കുക. 83 to 100% വരെയാണ്. ദറ്റ് മീൻസ് 83%-ന് മുകളിലും 100-ന് ഇടയിലുമാണ് അയാളുടെ പെർഫോമൻസ് എങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പീസ് റേറ്റ് എന്ന് പറയുന്നത് 110% ഓഫ് ഓർഡിനറി പീസ് റേറ്റ്. സാധാരണ പീസ് റേറ്റിൻ്റെ 110% അയാൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ. ദെൻ എബവ് 100%, 100%-ലും കൂടുതലാണ് എങ്കിൽ 120% ഓഫ് ഓർഡിനറി പീസ് റേറ്റ് കൊടുക്കും. സാധാരണ പീസ് റേറ്റിൻ്റെ 120% കൊടുക്കും. ഈ 100% എന്ന് പറയുന്നതൊക്കെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 83%-ൽ കുറവാണെങ്കിൽ ഓർഡിനറി പീസ് റേറ്റും, 83-ക്കും 100-നും ഇടയിലാണെങ്കിൽ 110%-ഉം, എബവ് 100 ആണെങ്കിൽ 120%-ഉമായിട്ടാണ് പീസ് റേറ്റിൻ്റെ ബേസിലാണ് വേജസ് കൊടുക്കുന്നത്. Then under this system workers grouped into 3 categories. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ വർക്കേഴ്സിന് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓർഡിനറി പീസ് റേറ്റ് കിട്ടുന്ന വർക്കേഴ്സിന് ആവറേജ് വർക്കേഴ്സും, 83 to 100% വരെയുള്ള എഫിഷ്യൻസി കാണിക്കുന്ന വർക്കേഴ്സിന് എഫിഷ്യൻസി വർക്കേഴ്സ് എന്നും, 100%-ൽ മുകളിൽ പെർഫോമൻസ് കാണിക്കുന്ന വർക്കേഴ്സിനെ മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് എന്നും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 കാറ്റഗറിയിലും ഓർഡിനറി പീസ് റേറ്റാണ് ആവറേജ് വർക്കർക്ക് കൊടുക്കുന്നത്, എഫിഷ്യൻറ്റ് വർക്കർക്ക് കൊടുക്കുന്നത് 110% ആണ്, മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കർക്ക് കൊടുക്കുന്നത് 120% ആണ്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് എഫിഷ്യൻറ്റ് വർക്കർ എന്നാണ് കേട്ടോ, എഫിഷ്യൻറ്റ് വർക്കർ. ഓക്കെ. ക്വസ്റ്റ്യൻ: From the following particulars, calculate wages of 3 workers, that is A, B and C under Merrick plan. മെറിക്കിൻ്റെ പ്ലാനിൽ 3 വർക്കേഴ്സിൻ്റെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. 3 വർക്കേഴ്സ് പറയുന്നത് വർക്കർ എ, വർക്കർ ബി ആൻഡ് സി. ബേസിക് പീസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 2 രൂപയാണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് ഒരു ഡേയിൽ 8 hours വർക്കിംഗ് ആണ്. ആ ഒരു ഡേയിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 24 യൂണിറ്റ്സ് ആണ്. ഓക്കെ. ദെൻ ഔട്ട്പുട്ട് എങ്ങനെയാണ് 3 വർക്കേഴ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. വർക്കർ എ 16 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, വർക്കർ ബി 21 യൂണിറ്റ്സ് ആൻഡ് വർക്കർ സി 25 യൂണിറ്റ്സ്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 24 ആണ്. അതിനേക്കാൾ കുറവാണ് എ എന്നുള്ള വർക്കർ പ്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ അതിനേക്കാൾ കുറവാണ് ബി എന്നുള്ള വർക്കർ പ്രൊഡ്യൂസ് ചെയ്തത്. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സി എന്നുള്ള വർക്കറാണ് 25 യൂണിറ്റ്സ്. അപ്പോൾ നമുക്കിതിൻ്റെ 83%, 100%, അതേപോലെ 100-ലും കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കണം. സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കണം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ വെച്ച് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 24 യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 24 യൂണിറ്റ് ആണ്, അതാണ് ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈ 24 യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ എയുടെ എഫിഷ്യൻസി നമുക്ക് ആദ്യം നോക്കാം. എയുടെ എഫിഷ്യൻസി ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻസി മെഷർ ചെയ്യാം. അത് ശരിക്കും എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 16 യൂണിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് 24 ആണ്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100, 67%. ദാറ്റ് മീൻസ് എഫിഷ്യൻസി ബിലോ 83%. ഇവിടെ എയുടെ എഫിഷ്യൻസി എങ്ങനെയാണ്? ബിലോ 83% ആണ്. ഇനി ബിയുടെ എയുടെ എഫിഷ്യൻസി കണ്ടു, നമ്മൾ ബിയുടെ എഫിഷ്യൻസി കാണാൻ പോവാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100 ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. അതായത് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 21 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100 ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെ, പക്ഷേ ഇങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. പെർസെൻറ്റേജ് എത്ര വരും? 87.5% വരും. ഇവിടെ എന്താ മീൻ ചെയ്യണത്? എബവ് 83% ആണ്. എബവ് 83% ആണ്, ബിലോ 100% ആണ്. അപ്പോൾ ഇയാൾ എഫിഷ്യൻറ്റ് വർക്കറാണ്. ഓക്കെ. ഇനി സിയുടെ എഫിഷ്യൻസി എങ്ങനെയാണ്? ആക്ച്വൽ ഔട്ട്പുട്ട് സി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 25 യൂണിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ 24 സ്റ്റാൻഡേർഡ് ഇൻറ്റു 104% പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 100-ൽ കൂടുതൽ ശതമാനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കറാണ് സി. ക്ലിയർ? സിൻസ് എസ് എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ 83%, ഹി വിൽ ഗെറ്റ് ഓൺലി ഓർഡിനറി പീസ് റേറ്റ്. എത്രയാണ് ഓർഡിനറി പീസ് റേറ്റ്? 2 രൂപയാണ് ഒരു യൂണിറ്റിന്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 2 രൂപയാണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ. എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 16 യൂണിറ്റാണ്. 2 രൂപ വെച്ച് അയാൾക്ക് എത്ര റെമ്യൂണറേഷൻ വേജസ് കൊടുക്കുക? 32 റുപ്പീസ്. എങ്ങനെ കിട്ടിയേ? 16 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു യൂണിറ്റിന് 2 രൂപയാണ്. അപ്പോൾ ഓർഡിനറി പീസ് റേറ്റിലാണ് അയാൾക്ക് വേജസ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ബിയുടെ കേസ് നോക്കാം. Since B's efficiency is greater than 83% but less than 100%, he will get 110 of basic piece rate. ബേസിക് പീസ് റേറ്റിൻ്റെ 110% ആർക്ക് കൊടുക്കേണ്ടത്? ബിയുടെ എഫിഷ്യൻസിക്ക് ആൾക്ക് കൊടുക്കേണ്ട റിമ്യൂണറേഷൻ. അപ്പോൾ നമുക്ക് ബേസിക് പീസ് റേറ്റിൻ്റെ 110% കാണണ്ടേ? ബേസിക് പീസ് റേറ്റ് എത്രയാണ്? 2 രൂപയാണ്. 2 രൂപയുടെ 110%, 110 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ 110% എന്ന് പറയുമ്പോൾ 2 രൂപ 20 പൈസയാണ് വരിക. 2.20. ക്ലിയർ? അപ്പോൾ 110% ഓഫ് ഇത് ബേസിക് പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ 2 രൂപ 20 പൈസ. അപ്പോൾ ബിയുടെ വേജസ് എങ്ങനെയാണ് കാണുക? ബി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നോക്കുക. 21 യൂണിറ്റാണ് ബി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബിക്ക് കിട്ടുന്നത് 2.20 വെച്ച് 2 രൂപ 20 പൈസ വെച്ചിട്ടാണ്. അതായത് 46.2, 46.2. ഇതാണ് ബിയുടെ വേജസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സിയുടെ എഫിഷ്യൻസി നമുക്കറിയാം എബവ് 100% ആണ്, ഗ്രേറ്റർ ദാൻ 100%. ദാറ്റ് മീൻസ് ഹി വിൽ പെയ്ഡ് അറ്റ് 120% ഓഫ് ബേസിക് പീസ് റേറ്റ്. ബേസിക് പീസ് റേറ്റ് 2 റുപ്പീസാണ്. 2 റുപ്പീസിൻ്റെ 120% എന്ന് പറയുമ്പോൾ 2.40, 2 രൂപ 40 പൈസ. അങ്ങനെയാണെങ്കിൽ സിക്ക് എത്ര റെമ്യൂണറേഷൻ കിട്ടേണ്ടത് അല്ലെങ്കിൽ വേജസ് കിട്ടേണ്ടത്? സി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 25 യൂണിറ്റ് ആണ്. 25 യൂണിറ്റ് ഇൻറ്റു 2.40, ദാറ്റ് മീൻസ് 60 റുപ്പീസാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3 വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്തു. ആ പെർഫോമൻസിനകത്ത് എ എന്നുള്ള വർക്കർ ആവറേജ് വർക്കറാണ്, ബി എഫിഷ്യൻറ്റ് വർക്കറാണ്, സി മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കറാണ്. അപ്പോൾ ആ ഒരു ബേസിൽ അവർക്കുള്ള റെമ്യൂണറേഷനും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഓക്കെ, താങ്ക് യു.